HMT എന്ന ബ്രാൻഡിൻ്റെ HMT T21 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMT T21 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൽ 10.4 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആയിരിക്കും വരിക. റെസൊല്യൂഷൻ വരിക 1200x2000 ആയിരിക്കും. LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. പിന്നെ കൂടിയ റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. 60 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. പിന്നെ ഈ ഒരു ടാബിൻ്റെ ബാക്കിൽ അലൂമിനിയം ബാക്ക് ബോഡി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. യൂണി SoC T612 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു ടാബിൻ്റെ വില 20,400 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പം അത്ര മികച്ചൊരു പ്രോസസ്സറൊന്നും ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ ഈ ഒരു ടാബിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും അതുപോലെ തന്നെ 4G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനും വരുന്നതായിരിക്കും. ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 64GB ഇൻറ്റേർണലും വരുന്നതായിരിക്കും. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വന്നേക്കാം. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ വരുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഈ ടാബിൽ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 8 MP ക്യാമറ ആയിരിക്കും ടാബിൻ്റെ പിന്നിൽ വരിക. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 8200 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഈ ടാബിൻ്റെ വില 229.9 യൂറോസ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് 20,400 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കിയയുടെ T21 എന്നുള്ളൊരു ടാബ്ലറ്റ് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം ടാബ്ലറ്റ് തന്നെയാണ് അവർ റീബ്രാൻഡ് ചെയ്തിട്ട് HMT T21 എന്ന പേരിൽ ഇറക്കാൻ പോകുന്നത്. നോക്കിയ T21 ഇന്ത്യയിൽ 13,000 രൂപയ്ക്ക് ആണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നോക്കിയയുടെ ഡിവൈസുകൾ ഇനി HMT ബ്രാൻഡിങ്ങിലായിരിക്കും ലോഞ്ച് ചെയ്യുക. അപ്പം അവർ നോക്കിയയുടെ ബ്രാൻഡിങ്ങിൽ വരുന്ന ചില ഡിവൈസുകൾ HMT ബ്രാൻഡിങ്ങിലോട്ട് മാറ്റുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പുതിയ ഡിവൈസൊന്നും അല്ല. അപ്പം റീബ്രാൻഡ് ചെയ്തിട്ടാണെങ്കിലും ഇനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഈ ടാബ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് തന്നെ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും HMTയുടെ HMT T21 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ നന്നായേനെ. എന്നാലും വലിയ തരക്കേടില്ല എന്നൊക്കെ പറയാവുന്നതാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ. 20,400 രൂപ പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ടാബ് എന്നൊന്നും പറയാൻ പറ്റില്ല.